അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി കടലക്കറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു 5 മിനിറ്റ് പോലും വേണ്ടിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. കടല നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് എടുക്കട്ടോ, കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. രാവിലെ ചെയ്യുന്ന ഒരാഴ്ച തലേന്ന് വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. മല്ലിപ്പൊടിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. 2-3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി മതിയേ. പിന്നെ നമ്മളിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് ചെയ്യട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു ഹൈ ഫ്ലെയിമിൽ 3 വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കുക. പിന്നെ ഇതാ ഞാൻ രാവിലെ തന്നെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചതാണ്. ഏകദേശം ഒരു 1/2 കിലോ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ല സോഫ്റ്റാക്കി നമ്മൾ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴക്കുന്നില്ലേ അതിനേക്കാട്ടും ഒരു ലൂസ് പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അറിയാത്തവർക്കുള്ള ലെവലിലാണ് കേട്ടോ ഈ ഒരു പൊറോട്ട ചെയ്തെടുക്കുന്നത്. ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഓലിക്കൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഒരു പൊറോട്ട ചെയ്തെടുക്കുന്നത്. ഈ ഒരു പൊടിയില്ലേ ഞാൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതാണ് കേട്ടോ. കുഴച്ച് വെച്ചിട്ട് ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇതാ ഞാനിത് ഉരുളകളാക്കി എടുക്കാൻ പോവാന്ന് കേട്ടോ. പിന്നെ ഇത് നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ അത് നമ്മളെ പൊറോട്ട നല്ല സോഫ്റ്റിൽ നല്ല ടേസ്റ്റിലും കിട്ടുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ എന്ത് എടുക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ പൊറോട്ട. ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലത്തെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബോൾസാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഏകദേശം ചപ്പാത്തിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മോൾസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. കുറച്ച് ഇങ്ങനെ ഇതേപോലെ തടവി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒട്ടി പിടിക്കുകയില്ല. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഓരോ ബോൾസും ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം. ഈ ഒരു കട്ടിംഗ് ബോർഡിന് മേലെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കും. ഇതിങ്ങനെ ചില നേരം കൂടി നീങ്ങി കളിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കൽ. അപ്പോൾ ഇത് ചില ടൈം പേപ്പർ വെച്ച് കൊടുത്താൽ അത് അങ്ങനെ തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ട് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഓരോ ചപ്പാത്തി ഇതേപോലെ എടുത്തതിന് ശേഷം നല്ലോണം തിന്നാക്കിയിട്ട് തന്നെ പരത്തി കൊടുക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊക്കെ തെരച്ച് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത്. എന്നിട്ട് ഇതേപോലെ ഞാനിപ്പോൾ വീശാൻ അറിയാത്തവർക്കുള്ള ഒരിതാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തി എല്ലാ ഭാഗത്തും നല്ലോണം തന്നെ റോളർ വെച്ചിട്ട് ഇതേപോലെ തന്നെ പരത്തി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇതേപോലെ ചുറ്റിച്ചിട്ട് ഇനി ഇതാ മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് വീശിയൊക്കെ വന്നിട്ടാണ് ചെയ്തെടുക്കുന്നത്, അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇത് ഞാൻ പൊറോട്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ പൊറോട്ടക്ക് വീശി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കടല നല്ലോണം തന്നെ വന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരമുറി വലിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്കില്ലേ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടിയും വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുത്ത് കടല ചേർത്ത് കൊടുത്തിട്ട് മസാലപ്പൊടികൾ പോരെങ്കിൽ കുറച്ചും കൂടി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളവും കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മളെ ഈ ഒരു പൊറോട്ട ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പകുതി ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുട്ടെടുക്കാം. അപ്പം അധികം വലുതാക്കി പരത്തുന്നില്ല കേട്ടോ. ഏകദേശം ഒരു ചപ്പാത്തിനേക്കാട്ടും ചെറിയ ലെവലിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതാ കുറേശ്ശെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. കല്ല് നല്ലോണം തന്നെ ചൂടായി വന്നാൽ നമുക്ക് പൊറോട്ട ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് ഓയിലാക്കി കൊടുക്കണേ മുകളിലായിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മുഴുവൻ പൊറോട്ടയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കല്ലിലേക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ചൂടുണ്ടെങ്കിൽ കൈ അടി താഴെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ഇതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും മൈദയും അതുപോലെ തന്നെ ഉപ്പും വെള്ളവും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നല്ല അടിപൊളി പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നല്ല അടിപൊളി കടലക്കറി അതുപോലെ തന്നെ സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പൊറോട്ടയും ഈ ഒരു കടലക്കറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ പൊറോട്ട ചെയ്ത് എടുത്തത്. അപ്പോൾ ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പൊറോട്ട ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയി കാണാം കേട്ടോ.